എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു എന്താണ് സച്ചുവിന് ICSE സിലബസ് പഠിപ്പിക്കുന്നത്, എന്താണ് ICSE സിലബസും CBSE തമ്മിലുള്ള വ്യത്യാസം എന്ന്. എനിക്കങ്ങനെ വൈഡ് ആയിട്ടുള്ള നോളജ് ഒന്നും ഇക്കാര്യത്തിലില്ല. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ICSE ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നതുകൊണ്ട് വലിയ ക്ലാസ്സിലേക്ക് ഹയർ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി വർക്ക് ലോഡൊക്കെ അവർക്ക് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് CBSE-നെ അപേക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഈ അബ്രോഡൊക്കെ പഠിക്കാൻ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ICSE നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടി ഈ അബ്രോഡിലൊക്കെ ഒരു കരിക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടാണല്ലോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. CBSE എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ചുകൂടി കോർ കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഈ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്, NEET JEE പോലുള്ള എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്, അവർക്ക് CBSE ആണ് നല്ലൊരു ഓപ്ഷൻ. കാരണം അവർ ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സച്ചുവിനെ ഞാൻ ചേർക്കാൻ കാരണം ഇത് രണ്ടും നോക്കിയിട്ടല്ല. കാരണം CBSE ആണെങ്കിലും ICSE ആണെങ്കിലും ലോവർ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സച്ചു ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇനി അവൻ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളെ പ്ലാൻ ഇത്രയേ ഉള്ളൂ, ഒരു അപ് ടു 5th സ്റ്റാൻഡേർഡ് വരെ അവനെ ICSE ഫോളോ ചെയ്തിട്ട് അവന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നത്തെ അപ്പം എന്താണോ പ്രിഫർ ചെയ്യാൻ തോന്നുന്നത്, CBSE ആണെങ്കിലോ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും അത് അങ്ങോട്ട് മാറ്റാം ഒരു 5th സ്റ്റാൻഡേർഡിന് ശേഷം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങളുള്ളത്.